കേരള PSC എക്സാമുകളിൽ കെമിസ്ട്രിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ചില ഹോട്ട് ടോപ്പിക് ഉണ്ട്, ആ ഹോട്ട് ടോപ്പിക്കുകൾ പരീക്ഷയിൽ ആവർത്തിച്ചു വരും. അപ്പോൾ ആ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കെമിസ്ട്രിയാണ്. നമുക്ക് ചില ചോദ്യങ്ങൾ, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ SCRT പാഠഭാഗങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി അവസാനം വരെ കാത്തു നിൽക്കുക. കെമിസ്ട്രി നിങ്ങളുടെ വഴിക്ക് വരും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം സെയിൽസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ അടുത്ത് നടന്ന 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ അവസാനിപ്പിച്ചു പോകും. ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന്. നോക്കൂ, അവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരൊറ്റ പദം മാത്രമേ ഉള്ളൂ. അതെന്താണ്? മോൾ ആണ്. ആ മോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ചോദ്യവും നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 132 ഗ്രാം, നമ്മൾ ഗ്രാമിനെ കുറിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഫെമിലിയർ ആണ്. അപ്പം അങ്ങനെ 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയുമെങ്കിൽ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഗ്രാം ഉണ്ടായിരിക്കും എന്നറിയുമെങ്കിൽ നമുക്ക് ഹരിച്ചാൽ പോരെ. സിമ്പിളല്ലേ? ഒരൊറ്റ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, സിമ്പിളാണ്. അപ്പോൾ ഇവിടെ 3 മോൾ എന്നാണ് ഉത്തരം. എങ്ങനെ കിട്ടുന്നു? മോളുകളുടെ എണ്ണം കിട്ടാൻ, മോൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം, പക്ഷെ മോളുകളുടെ എണ്ണം കിട്ടാൻ നിങ്ങൾ ഇത്ര മാത്രമുള്ള ഒരു ലളിതമായ സൂത്രവാക്യം ഓർമ്മിച്ചാൽ മതി. മോളുകളുടെ എണ്ണം കിട്ടാൻ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ നോക്കുക. തന്നിരിക്കുന്ന മാസ് ഇവിടെ തന്നിട്ടുണ്ട്, ഗ്രാമിൽ തന്നിട്ടുണ്ട്. എത്ര ഗ്രാമാണ്? 132 ഗ്രാമാണ് എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നെ. അത് എത്ര ഗ്രാമാണ് എന്ന് തന്നിട്ടുണ്ട്? 132 ഗ്രാമാണ് എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ നമുക്ക് തന്നിട്ടുണ്ട് 132 ഗ്രാം. ഇനി അതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? അതിനെ മോളിക്യൂലാർ മാസ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ മോളിക്യൂലാർ മാസ് കിട്ടണം നമുക്ക്. മോളിക്യൂലാർ മാസ് കിട്ടണമെങ്കിൽ അറ്റോമിക മാസ് കിട്ടണം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോളിക്യൂളാണ്. ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ചേർന്ന ഒരു മോളിക്യൂളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 ആറ്റങ്ങളുണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഒന്ന് ഓക്സിജൻ ആണ്. എത്ര കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആറ്റമുണ്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ? 1 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്സിജൻ 2 ആണ്, അതുകൊണ്ടാണ് O2 എന്ന് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ വളരെ പ്രധാനമായി ഓർത്തിരിക്കേണ്ട 3 അറ്റോമിക മാസ് ഞാൻ പറയാം. ആ 3 അറ്റോമിക മാസം ഒന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇതിൽ നിന്നായിരിക്കും അധിക ചോദ്യങ്ങൾ വരിക. കാർബണിൻ്റെ അറ്റോമിക മാസ് 12 ആണ്. കാർബൺ 12 എന്നുള്ള ആറ്റത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കും. അപ്പം കാർബണിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 12 ആണ്. മറ്റൊന്ന് നിങ്ങൾ ഓർക്കേണ്ടത് ഹൈഡ്രജൻ്റെ അറ്റോമിക മാസാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണല്ലോ. അവിടെ ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ്. ഹൈഡ്രജൻ ഏറ്റവും ചെറുതാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 1 ആണ്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ നിങ്ങൾ കാർബണെ ഓർക്കുക. കാർബണിൻ്റെ 1, 2, കാർബൺ 12ൻ്റെ അറ്റോമിക മാസ് 12 ആണ്. ഇനി അടുത്ത 2 എണ്ണം ഏതൊക്കെയാണ്? നൈട്രജൻ നിങ്ങൾ ഓർത്തിരിക്കണം, ഓക്സിജൻ ഓർത്തിരിക്കണം. നൈട്രജൻ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. നൈട്രജൻ്റെ അറ്റോമിക നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. കെമിസ്ട്രിയിൽ അത്ര കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ പ്രധാനമായിട്ടും. ഇപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4, 5, 6 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് അറിഞ്ഞിരിക്കണം, സ്ക്വയർ അറിഞ്ഞിരിക്കണം, പെട്ടെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നൈട്രജൻ്റെ അറ്റോമിക നമ്പർ 7 ആണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 14 ആയി. എല്ലായിടത്തും നടക്കില്ല കേട്ടോ. ആദ്യത്തെ 20 മൂലകങ്ങളിൽ ആണിത് പ്രധാനം. അപ്പോൾ അവിടെ നൈട്രജൻ അറ്റോമിക നമ്പർ 7 ആണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 14 ആയി. ഇനി അടുത്ത ഏതാ? ഓക്സിജനെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എന്താണ്? ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 ആണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആയി. അപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ 1, കാർബൺ 12, ഇനി നൈട്രജൻ 14, ഓക്സിജൻ 16. അറ്റോമിക മാസ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, കാർബണിൻ്റെ അറ്റോമിക മാസ് നമുക്കറിയാം 12 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക മാസ് 16 ആണ്. അപ്പോൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ആറ്റം ഉണ്ട് ആ മോളിക്യൂളിൽ, തന്മാത്രയിൽ. അപ്പോൾ മോളിക്യൂലർ മാസ് കിട്ടാൻ
ആ ഒരു കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എടുക്കുക. അതെത്രയാണ്? 12. ഇനി അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 16 ആണ്. അങ്ങനെ 2 എണ്ണം ചേർന്നാൽ 32. അപ്പോൾ നമുക്ക് മോളിക്യൂലർ മാസ് കിട്ടി. 32ഉം 12ഉം 44. നോക്കൂ, സിമ്പിളാണ്. ഓർക്കുക, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട അറ്റോമിക മാസാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ അറ്റോമിക മാസ് നിങ്ങൾ ജസ്റ്റ് ഇത്രണ്ണത്തിൻ്റെ അറ്റോമിക മാസ് അല്ലേ അറിയേണ്ടുള്ളൂ. ഹൈഡ്രജൻ്റെ 1 ഏറ്റവും ചെറുത്. കാർബൺ 12 ആറ്റത്തിൻ്റെ 12 ആണ്. പിന്നെ നൈട്രജൻ വരുന്നു. നൈട്രജൻ്റെ അറ്റോമിക നമ്പർ 7 അതിൻ്റെ ഇരട്ടി 14. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 അതിൻ്റെ ഇരട്ടി 16. എല്ലായിടത്തും അറ്റോമിക നമ്പറിൻ്റെ ഇരട്ടി ആയിരിക്കില്ല അറ്റോമിക മാസ്, അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട. ഇനി ഇതിൽ നിന്ന് മോളിക്യൂലർ മാസ് കണ്ടെത്താൻ ഏത് മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നത് നോക്കുക. ഏത് മോളിക്യൂളാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്? ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂലർ മാസാണ് കിട്ടേണ്ടത് അല്ലേ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? മോളിക്യൂലർ മാസാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മോളിക്യൂലർ മാസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഒരു കാർബൺ ആറ്റമുണ്ട്. അതിൻ്റെ അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ നമ്മൾ പഠിച്ചു 12 ആണ്. ഇനി 2 ഓക്സിജൻ ആറ്റമുണ്ട് അതിൽ അല്ലേ, O2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് ഓക്സിജൻ്റെ അറ്റോമിക മാസിനെ ഗുണിക്കുമ്പോൾ 16, 2 16 32. ഈ 12ഉം 32ഉം കൂട്ടിയാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂലർ മാസായി. 32ഉം 12ഉം എത്രയാണ്? 44. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൾ കിട്ടാൻ, മോളുകളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന മാസ് അത് ഗ്രാമിൽ ആയിരിക്കണം. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഹരിച്ചാൽ മതി. മോളിക്യൂലർ മാസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന മാസ് നമുക്കറിയാം എത്രയാണ്. തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് പറയൂ. തന്നിരിക്കുന്ന മാസ് എത്രയായിരുന്നു? 132 ആണ്. ആ 132നെ ഇവിടെ 44 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഹരിച്ചു നോക്കൂ 3 എന്ന് കിട്ടും. നോക്കൂ, ഇത് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. പലരും ഒഴിവാക്കി വിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. അത് നമ്മളെ റാങ്കിലെ മുന്നിലേക്ക് എത്തിക്കും. ഇത്രയേ ഉള്ളൂ അതിൽ. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വന്നത് കിട്ടില്ലേ? ഇതിൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴും മോളിക്യൂലർ മാസും അറ്റോമിക മാസും ഒക്കെ ആയിട്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ 1-2 തവണ കൂടി ആവർത്തിക്കുക. ഇതിൻ്റെ AI ടീച്ചർ ടെലിഗ്രാമിൽ വരുമ്പോൾ അതിനോടൊന്നും കൂടി ചോദിച്ച് ഉറപ്പിച്ചാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ നിവൃത്തി ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, മോളുകളുടെ എണ്ണം കണക്കാക്കിയപ്പോൾ 4 മോൾ. ഇനി എളുപ്പ വഴി മോള് കണ്ടെത്താൻ ഇത് മാത്രമല്ല, പല രീതിയിൽ ചോദിക്കും. മോള് കണ്ടെത്താൻ എപ്പോഴും ആലോചിച്ചോളുണ്ടു. മാസ് തന്നാൽ മോൾ കാണാൻ മോളിക്യൂലർ മാസ് കൊണ്ട് ഹരിക്കുക. മാസ് തന്നാൽ എന്താ ചെയ്യേണ്ടത്? മാസ് തന്നാൽ മോൾ കാണാൻ മോളിക്യൂലർ മാസ് കൊണ്ട് ഹരിക്കുക. വ്യാപ്തം തന്നാൽ മോൾ കാണാൻ 22.4 കൊണ്ട് ഹരിക്കുക. 2 2 4. ഇതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തോ, കണികകളുടെ എണ്ണം തന്നാൽ മോൾ കാണാൻ 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ഹരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്പറും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുമാണ്. നമുക്ക് വിശദീകരിച്ച് പോകുന്നുണ്ട്. സോ നിങ്ങളോട് ഇനി എത്ര മോളുകളുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ മാസ് ഗ്രാമിലാണ് തന്നതെങ്കിൽ നിങ്ങൾ മോളിക്യൂലർ മാസ് കൊണ്ട് ഹരിക്കുക. എന്നാൽ അവിടെ വ്യാപ്തം എന്തിലാണ് തന്നിട്ടുള്ളത്? വോള്യമാണ് തന്നിട്ടുള്ളത്. അത് ലിറ്റർ ആയിട്ടാവും. വോള്യം എന്ന് പറഞ്ഞാൽ അവിടെ ലിറ്റർ ആയിട്ടാണ് തരിക. ലിറ്റർ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 22.4 കൊണ്ട് ഹരിച്ചാൽ മതി. ഏതാണെങ്കിലും 22.4, ഒരു വ്യത്യാസവും ഇല്ല. ഇനി നിങ്ങൾക്ക് അവിടെ കണികകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ മോൾ കാണാൻ 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ഗുണിച്ചാൽ മതി. 10⁻23 6.022. ഈ നമ്പറുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. ഇപ്പം മാസ് കാണാൻ മോൾ ഹരിക്കണം ഗ്രാം മോളിക്യൂലർ മാസോ, വ്യാപ്തം എന്ന് പറഞ്ഞാൽ മോളിനെ 22.4 കൊണ്ട് ഹരിച്ചാലോ കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നോക്കൂ, 90 ഗ്രാം ജലത്തിൽ എത്ര H2O, എത്ര ജല
തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു, എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നു വിചാരിച്ചോളൂ. 5 മോളാണ്. എങ്ങനെയാണ് കണ്ടെത്തുക? എളുപ്പമാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. അപ്പോൾ മോളിക്യൂലാർ മാസ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ H2Oൻ്റെ മോളിക്യൂലാർ മാസ് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു ഹൈഡ്രജൻ്റെ മോളിക്യൂലാർ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റേത് 1 ആണ്. അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്സിജൻ ഇവിടെ 2 ഓക്സിജൻ വരുന്നതുകൊണ്ട് ഓക്സിജൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചു എത്രയാണ്? 16 ആണ്. 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ 32 ആണ്. ഈ 32ഉം ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ, H2O ആണ്. അതുകൊണ്ട് ഇവിടെ 1 × 2 2 ആണ്. ഇതെത്ര വരും? 16. ഓക്സിജൻ ഒറ്റ 1 ഉള്ളൂ H2Oയിൽ. 16ഉം 2ഉം 18 ആണ് ഇതിൻ്റെ മോളിക്യൂലാർ മാസ് എന്ന് കിട്ടിയില്ലേ? നോക്കൂ, ഇതാണ് ഇത് PSCക്ക് വന്ന ചോദ്യമാണ്. നിങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇതിൻ്റെ ഓർത്ത് വെച്ചാൽ മതി, അറ്റോമിക മാസ് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും 18 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി? ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 18 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കൂ, ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 90 ഗ്രാമാണ് എന്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാമിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കുന്നു? ആ ഗ്രാമിനെ 90നെ 18 കൊണ്ട് ഹരിക്കുന്നു. 90നെ 18 കൊണ്ട് ഹരിച്ചാൽ 5 18 90. 5 മോൾ ആണ് അവിടെ ഉള്ളത്. സിമ്പിളാണല്ലോ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് 1 2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങൾ ഈ വിചാരിക്കുന്ന ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ അത് കിട്ടി. ഇനി STPയിൽ സ്ഥിതി ചെയ്യുന്ന 11.2 ലിറ്റർ അമോണിയ വാതകത്തിൻ്റെ മാസ് എത്ര? ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിറ്റർ തന്നാൽ അത് വ്യാപ്തമാണ്. ലിറ്റർ വരുമ്പോൾ നമ്മൾ അവിടെ ഹരിക്കേണ്ടത് 22.4 കൊണ്ടാണ്. ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 22.4. ഇവിടെ 11.2 ലിറ്ററാണ് തന്നിട്ടുള്ളത്. അവിടെ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ 22.4 കൊണ്ട് ഹരിച്ചാൽ മതി. 11.2നെ നമുക്ക് 22.4 കൊണ്ടൊന്ന് ഹരിക്കാം. സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര പ്രയാസമൊന്നുമില്ല. ഇതും PSC പരീക്ഷയ്ക്ക് വന്നതാണ്. 11.2നെ 22.4 കൊണ്ട് ഹരിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ലിറ്ററിലാണ് തന്നുള്ളതുകൊണ്ട് 22.4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. രണ്ടോടത്തും ഓരോ ദശാംശ സ്ഥാനമായതുകൊണ്ട് 2 ദശാംശ സ്ഥാനത്തെയും നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയും 112ൻ്റെ ഇരട്ടിയാണ് 224. 100ൻ്റെ ഇരട്ടി 200, 12ൻ്റെ ഇരട്ടി 24. അപ്പോൾ ഇവിടെ എന്ത് വരും? 112 112, 2 112 24. അപ്പോൾ 0.5. സോ ഇവിടെ 0.5 മോൾ അഥവാ അര മോൾ ആണ് ഉള്ളത് എന്ന് കിട്ടും. അത്ര സിമ്പിളാണ് ഈ കാര്യങ്ങൾ എന്നോർക്കുക. ഇവിടെ അര മോളാണ്. ഈ ചോദ്യം നമ്മൾ ഒഴിവാക്കിയാലോ? ഒന്ന് മനസ്സിരുത്തിയാൽ നമുക്ക് കിട്ടില്ലേ? അപ്പോൾ ഇനി അര മോളാണെന്ന് കിട്ടി. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ STP ചെയ്യുന്ന 11.2 ലിറ്റർ അമോണിയ വാതകത്തിൻ്റെ മാസ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോൾ എത്ര എന്നുള്ളതല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അര മോളാണെന്ന് കിട്ടി. അര മോളുണ്ട്. ഇനി നോക്കൂ, അര മോൾ. ഇനി മാസ് കണ്ടെത്തണം. അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് NH3 ആണ്. അമോണിയയുടെ രാസസൂത്രം നിങ്ങൾ ഓർക്കണം. അവിടെ നൈട്രജൻ 1ഉം ഹൈഡ്രജൻ 3ഉമാണ്. ഇതൊന്നും ഒഴിവാക്കി പോരുത്. മെല്ലെ ഒരൊറ്റ ക്ലാസ്സിലെ നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഒരു 4-5 ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കിട്ടും. നമ്മളിതിൻ്റെ നോട്ട് തരും, ഇതിൻ്റെ AI ടീച്ചർ തരും. നിങ്ങൾ എല്ലാ വിഷയങ്ങളും പഠിച്ചു പോകണം. അപ്പോഴാണ് നിങ്ങൾ റാങ്കിലെത്തുക. അത് തുടക്കം തൊട്ടേ പഠിച്ചു പോകണം. അപ്പോൾ അമോണിയ NH3 ആണെന്ന് ഓർക്കുക. അമോണിയയുടെ രാസസൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ നൈട്രജൻ ഒരാറ്റമുണ്ട്, ഹൈഡ്രജൻ 3 ആറ്റമുണ്ട്. അപ്പോൾ നൈട്രജൻ്റെ നമുക്കറിയാം അറ്റോമിക മാസ് 14 ആണ്, ഹൈഡ്രജൻ്റെ 3 ആണ്. ആ 3 × 1ഉം ഈ 14ഉം കൂട്ടുമ്പോൾ 17 എന്ന് കിട്ടും. ഇനി മാസ് കിട്ടാൻ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? മാസിനെ ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് മോള് കിട്ടി അല്ലേ? അതായത് നേരത്തെ നമ്മൾ ചെയ്തത് നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ മതി. അതേ സൂത്രവാക്യമാണ്. നോക്കൂ, നമുക്കറിയാം മാസിനെ ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര മോൾ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ എന്ന് കിട്ടാൻ എത്ര മോൾ എന്നുള്ളതിനെ ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക്
മാസ് കിട്ടും. ഇവിടെ പോയിന്റ് അര എന്താണ് മോളാണുള്ളത്, അര ഇൻറ്റു ഗ്രാം മോളിക്യൂലാർ മാസ് നമ്മൾ നേരത്തെ കണ്ടു. ഗ്രാം മോളിക്യൂലാർ മാസ് NH3 നമ്മൾ കണ്ടു. NH3 എത്രയാണ് കണ്ടത്? NH3 ഗ്രാം മോളിക്യൂലാർ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17 അല്ലേ? നമ്മൾ നേരത്തെ 17 എന്ന് കണ്ടു. എങ്ങനെ 17 കിട്ടിയത്? നമുക്ക് ഹൈഡ്രജൻ അവിടെ 3 എണ്ണമുണ്ട് NH3. അപ്പോൾ എന്നിന് നമുക്കറിയാം 14. ഇവിടെ 3 × 1 3 14 3 17 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഗ്രാം മോളിക്യൂലാർ മാസ് 17 17 × അര എന്ന് പറഞ്ഞാൽ 17ൻ്റെ പകുതി 8.5 ഗ്രാം എന്ന് കിട്ടി. സോ വളരെ സിമ്പിളായി നമുക്കവിടെ എന്ത് കിട്ടി? ഉത്തരം കിട്ടി 8.5 ഗ്രാം ആണെന്ന്. ഇവിടെ എത്രയേ കണ്ടുള്ളൂ? മോള് കണ്ടു, മോളിൽ നിന്ന് മാസ് കണ്ടു. നമുക്കറിയാം ലിറ്റർ തന്നാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള ലിറ്റർ എത്രയാണെന്ന് തന്നു കഴിഞ്ഞാൽ അതിനെ 22.4 കൊണ്ട് ഹരിച്ചാൽ എത്ര മോളെന്ന് കിട്ടും. ആ മോളിനെ എന്തുകൊണ്ട്? ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? അവിടുത്തെ ഭാരം, മാസ് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യം 3.011 × 10⁻23 ഹീലിയം ആറ്റങ്ങളുടെ മാസ് എത്രയായിരിക്കും? അവിടെ ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടു. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ തരും. ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് 4. ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പറിൻ്റെ ഇരട്ടിയാണത്. നേരത്തെ ഞാൻ പറഞ്ഞു നൈട്രജൻ്റെ എന്താണ് 14. അത് നൈട്രജൻ്റെ അറ്റോമിക നമ്പറിൻ്റെ ഇരട്ടിയാണ്. ഓക്സിജൻ്റെ 16. ഓക്സിജൻ്റെ അറ്റോമിക നമ്പറിൻ്റെ ഇരട്ടിയാണ്. കാർബൺ 12ൻ്റെ 12. ഇവിടെ നോക്കൂ 3.011 × 10⁻23 ഹീലിയം ആറ്റങ്ങളുടെ മാസ് എത്രയായിരിക്കും? അപ്പോൾ നമ്മുടെ ഹീലിയം ആറ്റത്തിൽ ഈ 3.011 × 10⁻23 ഹീലിയം ആറ്റങ്ങളിൽ എത്ര മോൾ ഹീലിയം ആറ്റമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താം. അത് കണ്ടെത്താൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സൂത്രവാക്യത്തിലേക്ക് 3 സൂത്രവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണികകളുടെ എണ്ണം തന്നാൽ മോൾ കാണാൻ 6.022 × 10⁻23 കൊണ്ട് ഹരിച്ചാൽ മതി. 6.022 × 10⁻23 അത് പലയിടത്തും ആവശ്യമാണ്. ആ നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ 6.022 എന്തുകൊണ്ട് ഹരിക്കണം? 6.022 × 10⁻23 കൊണ്ട് 3.011 × 10⁻23 ഹരിക്കണം. നോക്കൂ, അവിടെ നിന്ന് നോക്കി നോക്കാം നമുക്ക്. ഇത് ഹരിക്കുമ്പോൾ എന്താ, അങ്ങനത്തെ കണക്കേ നിങ്ങൾക്ക് തരുള്ളൂ. നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് എത്രയാ? 6.011 × 10⁻23. ഇതിനെ ഹരിക്കേണ്ടത് എത്രയാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 6.011 × 10⁻23 അല്ലേ? ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. ഈ 3 പോയിൻ്റാണ് തന്നിട്ടുള്ളത്. 3 പോയിൻ്റാണ്, അങ്ങനത്തെ തരുള്ളൂ. 6 പോയിൻ്റൊന്നും തരില്ല. ഇവിടെ വന്നിട്ടുള്ളത് 3.11. ഞാൻ വേറെ എഴുതാം, അത് കിട്ടുന്നില്ല. ഓ, ഒരു മിനിറ്റേ, ഒന്ന് സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ, ഒരൊറ്റ മിനിറ്റ്. ഇവിടെ തന്നിട്ടുള്ളത് 3.011 × 10⁻23. അതിനെ ഹരിക്കേണ്ടത് 6.022 × 10⁻23. ഈ 10⁻23 ഈ 10⁻23 വെട്ടിയോ? ഇനി നോക്കൂ, ഈ 3ൻ്റെ ഇരട്ടിയാണ് 6. അതുകൊണ്ട് ഇവിടെ 1/2 എന്ന് കിട്ടും. അപ്പോൾ 1/2 മോളാണ് അടങ്ങിയിട്ടുള്ളത്, നമുക്ക് കിട്ടി. ഇനി അര മോളിനെ നമ്മൾ മോള് കിട്ടിയാൽ അര മോളിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഗ്രാം മോളിക്യൂലാർ മാസ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്? എന്തിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്? അവിടെ ചോദിച്ചുള്ള ഹീലിയം ആറ്റങ്ങളുടെ മാസാണ്, ഹീലിയത്തിൻ്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കൂ, ഹീലിയം എന്ന് പറഞ്ഞാൽ ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 4. ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 4. ഇവിടെ ഹീലിയം മാത്രം തന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ആ അര മോളിനെ ഹീലിയത്തിൻ്റെ തന്നെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ചാൽ 4ൽ 2 പ്രാവശ്യം പോയി 2 എന്ന് കിട്ടും. എത്രയാണ് അവിടെ? 2 ഗ്രാം എന്ന് കിട്ടും. ഈ കണക്ക് നമ്മൾ ഒഴിവാക്കിയാൽ സങ്കടമല്ലേ? അതുകൊണ്ട് ഈ കണക്കുകൾ ഒഴിവാക്കരുത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളത്. കെമിസ്ട്രിയും നിങ്ങളുടെ
കയ്യിൽ പോരും. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി നിങ്ങളുടെ കയ്യിൽ പോരും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി നോക്കൂ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? 8 ഗ്രാം ഹൈഡ്രജൻ, 71 ഗ്രാം ക്ലോറിൻ, 16 ഗ്രാം മീഥെയിൻ, STPയിലുള്ള 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? തന്മാത്രകളുടെ എണ്ണം കാണാൻ എത്ര മോൾ ഉണ്ട് എന്ന് കാണുക. 8 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോളുകളുണ്ട്, 71 ഗ്രാം ക്ലോറിനിൽ എത്ര മോളുകളുണ്ട്, അതുപോലെ തന്നെ അവിടെ ക്ലോറിൻ്റെ മോളിക്യൂലാർ മാസ് അല്ല, അറ്റോമിക മാസ് ക്ലോറിൻ്റെ തന്നിട്ടുണ്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങളിൽ. അവിടെ ക്ലോറിൻ്റെ 35.5 ക്ലോറിൻ്റെ, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൂടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, 12 ഗ്രാം കാർബൺ ഐസോട്ടോപ്പിൽ അടങ്ങിയിരിക്കുന്ന, ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ 8 ഗ്രാം ഹൈഡ്രജൻ, 8 ഗ്രാം ഹൈഡ്രജനിൽ നമുക്കറിയാം ഹൈഡ്രജൻ്റെ എന്താണ്, ഹൈഡ്രജൻ്റെ മോള് എന്ന് പറയുന്നത്, അല്ല അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 1 അപ്പോൾ ഇവിടെ മോള് കാണാൻ 8 ഗ്രാം ഹൈഡ്രജനെ 8 കൊണ്ട് ഹരിച്ചാൽ, അല്ല 1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 8 മോൾ ഉണ്ട് ഇവിടെ. ഇനി 71 ഗ്രാം ക്ലോറിനാണ്. ക്ലോറിൻ്റെ ഞാൻ പറഞ്ഞു അറ്റോമിക മാസ് എന്ന് പറയുന്നത്, ക്ലോറിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 35.5 ഇവിടെ 2 ക്ലോറിൻ ആറ്റം വന്നുകൊണ്ട് 35.5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 71. അപ്പോൾ 71/71, അവിടെ 1 മോളേ ഉള്ളൂ. 16 ഗ്രാം മീഥെയിൻ, കാർബണിൻ്റെ നമുക്കറിയാം, കാർബണിൻ്റെ 12 ഹൈഡ്രജൻ്റെ 1. ആ 12 4 കൂട്ടിയാൽ 16. അപ്പോൾ 16 ഗ്രാം മീഥെയിനിലും 1 മോളാണുള്ളത്. STPയിലുള്ള 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്, ലിറ്ററിൽ തന്നാൽ 22.4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പം 44.8നെ 22.4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 മോൾ എന്ന് കിട്ടും. അവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് 8 ഗ്രാം ഹൈഡ്രജനിലാണെന്ന്. ഞാൻ ഒന്നുകൂടി ഇത് ചെയ്യാം. ആദ്യം ഇവിടെ തന്നിട്ടുള്ളത് 8 ഗ്രാം ഹൈഡ്രജനാണ്. 8 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോളുണ്ട് എന്നറിയാൻ ആ 8 ഗ്രാം ഹൈഡ്രജനെ നമ്മൾ അതിൻ്റെ ഹൈഡ്രജൻ്റെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? അറ്റോമിക മാസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1. അപ്പോൾ 8/1 8 മോൾ എന്ന് കിട്ടും. അപ്പോൾ ഹൈഡ്രജനിൽ 8 ഗ്രാമിൽ 8 മോൾ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണ് തന്നിട്ടുണ്ടായിരുന്നത്? 71 ഗ്രാം ക്ലോറിനാണ്. 71 ഗ്രാം ക്ലോറിൻ എന്ന് പറയുമ്പോൾ, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റമാണ് തന്നിട്ടുള്ളത്. 71 ഗ്രാം ക്ലോറിൻ Cl2 തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 71 അവിടെ തന്നിട്ടുള്ളത്. ഇനി ക്ലോറിൻ്റെ അറ്റോമിക മാസ്, ഒരു ക്ലോറിൻ്റെ 35.5. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ, കാരണം ക്ലോറിൻ 2 ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ 71 എന്ന് തന്നെ കിട്ടും. 71/1 അത് 1 മോളാണ്. അടുത്തത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? 16 ഗ്രാം മീഥെയിൻ ആണ്. മീഥെയിൻ എന്താണ് തന്നിട്ടുള്ളത്? 16 ഗ്രാം മീഥെയിൻ ആണ്. മീഥെയിൻ്റെ രാസസമവാക്യവും അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. CH4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 16 ഗ്രാം ആണ്. ഇനി നമുക്കറിയാം CH4 ആയതുകൊണ്ട് കാർബണിൻ്റെ 12, ഹൈഡ്രജൻ്റെ 4, 4 × 1 4, ഈ 12 4 കൂട്ടിയാൽ 16. അപ്പോൾ 16/16 1 മോളാണ്. ഇനി അടുത്തത് തന്നിട്ടുള്ളത് എന്തിലാണ്? ഇനി അടുത്തത് STPയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 44.8 ലിറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ലിറ്റർ തരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 22.4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അങ്ങനെ ഹരിച്ചാൽ 44.8 എന്ന് പറഞ്ഞാൽ 22.4ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ അവിടെ 2 മോൾ എന്ന് കിട്ടും. നോക്കൂ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 2 മോളാണ്. അതേസമയം മീഥെയിൻ എന്ന് പറയുന്നത് 1 മോളേ ഉള്ളൂ. ക്ലോറിൻ എന്ന് പറയുന്നത് 1 ഉള്ളൂ. അതേസമയം ഹൈഡ്രജൻ എത്ര ഉണ്ട്? 8 മോളുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ഹൈഡ്രജനിലാണ് ഏറ്റവും കൂടുതൽ മോൾ വരുന്നത്. 12 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 12 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ആ 12 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ 12 ഒരു ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പ് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. മുന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞാൽ അവിടെ തീരില്ല, കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യം കണികകൾ അടങ്ങുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്താണെന്ന് നന്നായിട്ട് ഓർത്തു വെച്ചോളൂ. എന്താണ് 1 മോൾ എന്ന് പറയുന്നത്?
ഒരു മോൾ എന്ന് പറയുന്നത് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ, കാർബൺ 12ന്റെ ഐസോട്ടോപ്പിൽ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിന്റെ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യം കണികകൾ അടങ്ങുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് ഒരു മോൾ എന്ന് പറയുന്നത്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡസൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12 പേപ്പറാണ്. അതുപോലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അത് ആറ്റങ്ങളുടെ എണ്ണത്തെ കാണിക്കുന്ന ഒരു നമ്പറാണ്. വലിയൊരു നമ്പറാണത്, ചെറിയ നമ്പറല്ല. നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു, അതിനെയാണ് ഒരു മോൾ ആറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ നമ്പറാണ് അവഗാഡ്രോ സംഖ്യ, അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് ഞാനത് തെറ്റിച്ചിട്ടാണ് പറയുക. എപ്പോഴും അവഗാഡ്രോ എന്നാണ് പറയുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ അവഗാഡ്രോ സംഖ്യ എന്നാണ് പറയുക. അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്, അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ എണ്ണമാണ്. ആ നമ്പറാണ് 6.022 ഇൻറ്റു 10⁻23. 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പോൾ അവഗാഡ്രോ സംഖ്യ 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂലകത്തിൻ്റെ ഒരു മോൾ ആറ്റങ്ങളുടെ ഭാരം. ഒരു മൂലകത്തിൻ്റെ 6.022 ഇൻറ്റു 10⁻23, അതായത് 6022 6022 സങ്കല്പിക്കുക. അതിനോടൊപ്പം 20 പൂജ്യം ഇടുക. അത്രയും കണികകൾ, ചെറിയ ഇത്തിരി കുഞ്ഞന്മാരാ, അത്രയും കണികകൾ ആറ്റങ്ങളുടെ ഗ്രാമിലുള്ള ഭാരമാണ്. ഒരു മൂലകത്തിൻ്റെ ഒരു മോൾ ആറ്റങ്ങളുടെ ഗ്രാമിലുള്ള ഭാരമാണ്. ഓക്സിജന്റെ GAM നമ്മൾ നേരത്തെ പഠിച്ചു 16 ആണ്, നൈട്രജന്റെ 14 ആണ്, ഹൈഡ്രജന്റെ 1 ആണ്, ഹീലിയത്തിൻ്റെ 4 ആണ്, പിന്നെ നമ്മൾ കാർബൺ 12ന്റെ 12 ആണ്. ഗ്രാം മോളിക്യൂലാർ മാസോ? ഗ്രാം മോളിക്യൂലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തത്തിൻ്റെ ഒരു മോൾ തന്മാത്രകളുടെ ഗ്രാമിലുള്ള ഭാരം. എന്താണ് ഗ്രാം മോളിക്യൂലാർ മാസ് എന്ന് പറയുന്നത്? ഒരു സംയുക്തത്തിൻ്റെ ഒരു മോൾ തന്മാത്രകളുടെ തമ്മിലുള്ള ഭാരം. തന്മാത്രകളും മൂലകങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മൂലകങ്ങൾ, സംയുക്തങ്ങൾ. ഇപ്പോൾ ജലം എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തമാണ്. ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ അവിടെ H2O ഒരു തന്മാത്രയാണ്. അതേസമയം നമ്മുടെ ഓക്സിജൻ O2 എന്നുള്ള നിലയിൽ നിൽക്കും, അതൊരു മൂലകമാണ്. ഓക്സിജനിൽ 2 ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ, വേറെ ആറ്റങ്ങളില്ല. അപ്പം തന്മാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂലകങ്ങൾ കൂടിച്ചേർന്നോ ഒറ്റയ്ക്കോ അതിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുമ്പോഴാണ് അത് തന്മാത്ര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള തന്മാത്രകളുടെ ഗ്രാമിലുള്ള ഭാരമാണ് ഗ്രാം മോളിക്യൂലാർ മാസ്. അതേസമയം ഒരു മൂലകത്തിൻ്റെ ഒരു മോൾ ആറ്റങ്ങളുടെ ഭാരമാണ് ഗ്രാം അറ്റോമിക മാസ്. ഇനി STPയിലെ വ്യാപ്തം എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ STPയിൽ ഒരു മോൾ എന്തായിരിക്കും? ഒരു മോളിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ആണ്. ഒരു ഗ്രാം മോളിക്യൂലാർ മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സംയുക്തത്തിൻ്റെ ഒരു മോൾ തന്മാത്രകളുടെ ഗ്രാമിലുള്ള ഭാരമാണ്. ഗ്രാം അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ ഒരു മോൾ ആറ്റങ്ങളുടെ ഗ്രാമിലുള്ള ഭാരമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, നിങ്ങളതൊന്ന് പോസ് ചെയ്തൊന്ന് എഴുതി വെച്ച് നേരത്തെ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ പുതുതായി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. സിമ്പിളായ കൺസെപ്റ്റാണെന്ന് എഴുതി വെച്ച് നോക്കൂ. എന്നിട്ട് നേരത്തെ കണക്കും എന്നെടുത്ത് നോക്കൂ. ഓരോ വാക്കിനെയും സൂക്ഷ്മപൂർവ്വം പരിശോധിച്ച് നോക്കൂ. പലപ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത് കോംപ്രിഹെൻഷൻ്റെ തകരാറാണ്. ഈ പറയുന്നതിൽ കുറേ ടെക്നിക്കൽ വേർഡ്സ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സവിടെ എന്ത് ചെയ്യണം? ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ ചെയ്യരുത്. അതിൽ പരിചയമുള്ളതിൽ നിന്നും പരിചയമില്ലാത്തതിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ മോൾ സങ്കല്പനത്തിൽ പ്രധാനം നമ്മളതൊക്കെ നേരത്തെ പഠിച്ചു. മോൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വിൽഹം ഓസ്റ്റ്വാർഡ് ആണ്. വാതകങ്ങളുടെ വ്യാപ്തവും
അവയിലെ തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ആളാണ് അമഡിയോ അവഗ്രാഡോ. ഇത്ര വ്യാപ്തത്തിൽ ഇത്ര തന്മാത്രകൾ. അപ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും അവയിലെ തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് അമഡിയോ അവഗ്രാഡോ. മോൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വിൽഹം ഓസ്റ്റ്വാർഡ്. ഇനി മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മോളുകളുടെ എണ്ണം കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചു. തന്നിരിക്കുന്ന മാസ് അഥവാ മാസ് ഡിവൈഡഡ് ബൈ GMM. തന്മാത്രയെങ്കിൽ ആറ്റമെങ്കിൽ GAM ഗ്രാം അറ്റോമിക് മാസ്. മോളുകളുടെ എണ്ണം കിട്ടാൻ തന്മാത്രകളുടെ എണ്ണം ലിറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ തന്മാത്രകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. വ്യാപ്തമാണ് ലിറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ 22.4 കൊണ്ട് ഹരിക്കുക. എന്താണ് ഇനി ഇതെന്ന് പറഞ്ഞാൽ? അതായത് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ തുല്യം കണികകൾ അടങ്ങുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് ഒരു മോൾ. ആ മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 കണികകളാണ്. അതുകൂടി ഓർക്കുക. ഇനി ഓർക്കേണ്ടത് എന്താ? വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് എന്താണ്? എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എപ്പോഴും ഒരു മോൾ കണികകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 ഗ്രാം കണികകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു മോൾ കണികകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഏത് വാതകത്തിൻ്റെയും ഒരു മോളിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം ലായനികളിലേക്ക് പോകാം. ഇത് എളുപ്പമാണ്, കുറച്ചുകൂടി എല്ലാം എളുപ്പമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് കരയേണ്ട. അവിടെ 2 പദങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒന്നേതാണ് ലീനം, മറ്റേതാണ് ലായനി. ഒന്നേതാണ് ലീനം എന്നാണ് ഒന്നിൻ്റെ പേര്, മറ്റേത് ഏതാണ്? ലായനി എന്നാണ് മറ്റതിൻ്റെ പേര്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാവുക എന്ന് പറഞ്ഞാൽ ഫില്ലാവുക എന്നർത്ഥം ആലോചിച്ചാൽ മതി. സാച്ചുറേറ്റഡ് ആവാൻ, ഫില്ലാവാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്താണെന്ന് പിന്നീട് നോക്കാം. അതിപൂരിത ലായനിയാണ്. പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം, പൂരിതമാവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ അതിപൂരിതം, ആവശ്യമായതിനേക്കാൾ കൂടുതൽ. അവിടെ തന്നെ വാക്കുണ്ട്, നോക്കൂ. പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം. അപ്പൊ അതിപൂരിത ലായനി. എന്താണ് അപൂരിത ലായനി? ഉണ്ട് അപൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത താപനിലയിൽ ഇനിയും ലീനം ലയിപ്പിച്ച് ചേർക്കാൻ കഴിയുന്ന ലായനി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കി അല്ലേ? ആ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതങ്ങനെ അലിഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയ്ക്ക് അതിൽ ലയിക്കാൻ പറ്റാത്തത്ര പഞ്ചസാരയായിട്ട് മാറും. അപ്പോൾ ഇനിയും ലയിക്കാൻ പറ്റുവെച്ചാൽ ആ പഞ്ചസാര ലായനിയെ നമുക്ക് അപൂരിത ലായനി എന്ന് പറയാം. ഇനിയും അതിലേക്ക് പഞ്ചസാര ഇട്ട് ലയിപ്പിക്കാൻ പറ്റുവെച്ചാൽ. ഇനി പൂരിത ലായനി എന്ന് പറഞ്ഞാൽ മാക്സിമം പഞ്ചസാരയായി, ആ തന്ന ലായനിയിൽ ഇനി പഞ്ചസാര ഇടാൻ പറ്റില്ല, അത്രയും പഞ്ചസാര അതിൽ ലയിച്ചു ചേർന്നു. അപ്പം അതിനെ പൂരിത ലായനി എന്ന് പറയും. ഇനി പൂരിത ലായനിനെ ഒന്ന് ചൂടാക്കി എന്നിട്ട് അതിൽ കൂടുതൽ ലീനം ലയിപ്പിച്ച് ചേർത്തതിന് ശേഷം സാവധാനം തണുപ്പിക്കുമ്പോൾ നമുക്കൊരു ലായനി കിട്ടും. അസ്ഥിര ലായനിയാണ്. ആ ലായനിയിൽ അടിയിലായിട്ട് ഇപ്പോൾ പഞ്ചസാരയാണ് കൂടുതലുണ്ടെങ്കിൽ അത് പഞ്ചസാര അടിയിലൂറി വരും. അപ്പോൾ ജലീയ ലായനി, ജലം ലായകമായി വരുന്ന ഏതൊരു ലായനിയെയും ജലീയ ലായനി എന്ന് പറയും. ഇപ്പം ലീനം എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ജലീയ ലായനി എന്ന് ആണെങ്കിൽ ആ ജലത്തിൽ നമ്മൾക്ക് ഇവിടെ പറഞ്ഞു പഞ്ചസാര ചേർക്കുമ്പോൾ അവിടെ ലീനം പഞ്ചസാരയാണ്, ലായനി ജലമാണ്. ലായകം അവിടെ ജലമാണ്. അപ്പോൾ നോക്കാം ഇനി ലായനി സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ലായനിയുമായി ബന്ധപ്പെട്ട് അതിൽ ഓരോ ഭാഗം. ലീനം എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, അതിൽ ലയിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ആ സാധനമാണ്. ലായകം എന്ന് പറഞ്ഞാൽ ഏതിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത്. സാർവിക ലായകം, യൂണിവേഴ്സൽ സൊല്യൂഷൻ സോൾവെന്റ് എന്ന് പറയും, അത് ജലമാണ്. എന്താ കാരണം?
ധാരാളം പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിവുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇതിന് കാരണം ജലത്തിൻ്റെ ധ്രുവീയ സ്വഭാവമാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വിശദമാക്കേണ്ട ആവശ്യമില്ല, അത്രയും നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ സാർവിക ലായകം എന്ന് പറയുന്നത് ജലമാണ്. കാരണം ഒരുപാട് പദാർത്ഥങ്ങളെ അതിൽ ലയിപ്പിക്കാൻ പറ്റും. എന്താണ് ജലം സാർവിക ലായകമാകാനുള്ള കാരണം? അതിൻ്റെ ധ്രുവീയ സ്വഭാവമാണ്, പോളാർ നേച്ചറാണ്. ഇനി ലേയത്വം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തിൽ ലയിച്ചു ചേർന്ന് പൂരിത ലായനി ഉണ്ടാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേയത്വം എന്ന് പറയുന്നത്. അപ്പം ലേയത്വം എന്ന് പറഞ്ഞാൽ എത്ര ലീനം ചേർത്താലാണ് അത് പൂരിത ലായനിയാവുക. അത് എന്നൊരു ഗ്രാം ഉണ്ട്. 100 ഗ്രാം ലായകത്തിൽ ഏതിലാണോ അതിൽ ലയിപ്പിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുക. അപ്പം 100 ഗ്രാം ലായകത്തിൽ എത്ര ലീനം ചേർന്നാലാണോ പൂരിത ലായനി ഉണ്ടാക്കാൻ എത്ര ലീനം ചേരണം, അതിലെ ഗ്രാമിലുള്ള അളവാണ് എന്തെന്ന് പറയുന്നത്? ലേയത്വം എന്ന് പറയുന്നത്. ഇനി ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് താപനില. താപനില കൂടുമ്പോൾ ലേയത്വം കൂടും. ചൂടാക്കും തോറും അതിലേക്ക് നമുക്ക് ലീനങ്ങൾ കൂടുതൽ ലയിപ്പിക്കാൻ പറ്റും. മർദ്ദം കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല. മർദ്ദം കൂടുമ്പോൾ ലേയത്വം കൂടും, ഹെൻറിയുടെ നിയമപ്രകാരം. പക്ഷെ കാര്യമായ അങ്ങനെ കൂടില്ല. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഭാഗത്തിലേക്ക് ഒന്ന് കൂടി പോകാം. യഥാർത്ഥ ലായനി, അതുപോലെ തന്നെ കൊളോയിഡ്, സസ്പെൻഷൻ. ഇപ്പം പഞ്ചസാര ലായനി യഥാർത്ഥ ലായനിയാണ്, ഞാൻ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് നിങ്ങൾ നോക്കാം, അവിടെ ടിൻഡൽ പ്രഭാവവും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലുണ്ട്, നമുക്ക് വേഗം കടന്നു പോകണം എന്നുള്ളതുകൊണ്ടാണ്. ചില പ്രത്യേക ലായനികൾ, ടിങ്ചർ അയഡിൻ, അവിടെ അയഡിനാണ് ലീനം, ആൽക്കഹോളാണ് ലായകം. ആൽക്കഹോളിൽ അയഡിൻ ലയിപ്പിച്ചുണ്ടാകുന്നതാണ് ടിങ്ചർ അയഡിൻ. സോഡാ വെള്ളം എന്ന് പറഞ്ഞാൽ ജലമാണ് അവിടെ ലായകം, കാർബൺ ഡയോക്സൈഡാണ് ലീനം. അമാൽഗം, മെർക്കുറി ഒരു ലായകമായി വരുന്ന ലോഹസങ്കരങ്ങളാണ്. മെർക്കുറി ദ്രാവക രൂപത്തിലാണ്, നിങ്ങൾക്കറിയാലോ ലോഹം. ആ മെർക്കുറി ലായകമായി വരുന്ന സങ്കരങ്ങളെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അമാൽഗത്തിൽ മെർക്കുറിയാണ് ലായകം. സോഡാ വെള്ളത്തിൽ വെള്ളമാണ് അവിടെ ലായകം, കാർബൺ ഡയോക്സൈഡാണ് ലീനം. ടിങ്ചർ അയഡിനിൽ അയഡിനാണ് ലീനം, ആൽക്കഹോളാണ് അവിടെ ലായകം. ഇനി ലോഹസങ്കരങ്ങളും കാന്തികതയുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ ആണ്. അൽനിക്കോയിൽ ആരൊക്കെ ഉണ്ട്? ആ അൽനിക്കോയിലുള്ള പറയുന്ന ആൾക്കാരുണ്ട്. അൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം ഉണ്ട്, നിക്കോ എന്ന് പറഞ്ഞാൽ നിക്കലുണ്ട്, അത് കഴിഞ്ഞാൽ കോ എന്ന് വരുന്നില്ലേ, അത് കൊബാൾട്ടാണ്, ഇരുമ്പുമുണ്ട്. ഇത് കൂടാതെ അവിടെ പറയാത്ത ഒരാൾ കൂടിയുണ്ട്, ഇരുമ്പുമുണ്ട്. അപ്പം അൽനിക്കോയിൽ അലുമിനിയം ഉണ്ട്, നിക്കലാണ്, കൊബാൾട്ടാണ്, ഇത് കൂടാതെ ഇരുമ്പുമുണ്ട്. ഇത് ഉയർന്ന റെൻഡക്റ്റിവിറ്റി, ഇതിന് ഉയർന്ന റിറ്റൻറ്റിവിറ്റി ഉണ്ട്. ഇത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഗുണമാണ്. ഇനി മറ്റൊരു ഒന്നാണ് നിക്രോം. അപ്പോൾ അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനാണ്, PSCക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. മറ്റൊന്നാണ് നിക്രോം, എളുപ്പമാണ്. നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, അവിടെയും പറയാത്ത ഇരുമ്പുണ്ട്. നോക്കൂ, അൽനിക്കോയിൽ ആ പദത്തിൽ പറയാത്ത ഇരുമ്പുണ്ട്, നിക്രോമിലും ആ പദത്തിൽ പറയാത്തൊരു ഇരുമ്പുണ്ട്. ഓർത്ത് വയ്ക്കുക. നിക്രോം ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് കോയിലുകൾക്കാണ്. ഹീറ്റിംഗ് കോയിലുകളിൽ, അതായത് നമ്മുടെ ഇസ്തിരിപ്പെട്ടി, അതുപോലെ തന്നെ ഹീറ്റിങ്ങിന് വേണ്ടി നമ്മൾ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഉപകരണങ്ങൾ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിലുകൾ എന്തുകൊണ്ടാണ്? അത് നിക്രോം കൊണ്ടാണ്. മറ്റൊന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പിക്കാത്ത സ്റ്റീലാണ്. പാത്രങ്ങളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും. ഡ്യൂറാലുമിൻ, അലുമിനിയം അടിസ്ഥാനമാക്കിയതാണ് ഡ്യൂറാലുമിൻ. നല്ല ഡ്യൂറേഷൻ കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. ഡ്യൂറാലുമിൻ വിമാനഭാഗങ്ങൾ ഡ്യൂറാലുമിനാണ്. നിക്രോം ഹീറ്റിംഗ് കോയിലുകൾക്കാണ്. അൽനിക്കോ സ്ഥിരകാന്തങ്ങൾക്കാണ്. ഇനി എന്താ സ്ഥിരകാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉയർന്ന
റീറ്റെൻറ്റിവിറ്റി ആണ്. അൽനിക്കോ സ്റ്റീൽ ഇതൊക്കെ സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വൈദ്യുത കാന്തങ്ങൾ ഉയർന്ന പെർമിയബിലിറ്റി, കുറഞ്ഞ റീറ്റെൻറ്റിവിറ്റി എന്താന്ന് പറയാം. ഇതാണ് വൈദ്യുത കാന്തങ്ങളുടെ പ്രത്യേകത. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാന്തങ്ങളെ പഠിച്ചല്ലോ, സ്ഥിരകാന്തങ്ങളും വൈദ്യുത കാന്തങ്ങളും. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കാന്തമായതിനു ശേഷം അതിൻ്റെ കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണ്. ഒരു വസ്തു കാന്തമായി കഴിഞ്ഞാൽ അതിൻ്റെ കാന്തിക ശേഷി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ കാന്തിക ബലരേഖകളെ കടത്തിവിടാനുള്ള കഴിവാണ്. ഇപ്പം അത്രമാത്രം ആലോചിച്ചാൽ മതി. കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാന്തിക ബലരേഖകളെക്കുറിച്ച് പറയാം. പുതിയ പദങ്ങളാണ്, കേട്ട് ഞെട്ടണ്ട. ഇനി പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ അൽനിക്കോ പഠിച്ചു. അൽനിക്കോ എന്ന് പറഞ്ഞാൽ സ്ഥിരകാന്തമാണ്. നിക്രോം ഹീറ്റിംഗ് കോയിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ അതിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ ഘടകങ്ങളെ ഓർക്കണ്ട. ഡ്യൂറാലുമിൻ, അലുമിനിയം പ്രധാനമായി വരുന്ന സങ്കരങ്ങളാണ് എന്ന് ഓർക്കുക. പിച്ചളയിൽ നിങ്ങൾ ഓർക്കണം, പിച്ചളയിൽ കോപ്പറും സിങ്കും ഉണ്ട്. പിച്ചളയിൽ ഏതാ വരുന്നത്? കോപ്പറും സിങ്കും ചോദിക്കാറുണ്ട്. പിച്ചള. വെങ്കലം ആരാ? ബ്രോൺസ്. ആരാ SN എന്ന് പറഞ്ഞാൽ? എന്താണ് SN എന്നുള്ളതിൻ്റെ പേര്? കോപ്പർ Cu ആണ്. SN ഏതാ? പ്രധാനമാണ്. കമന്റ് ചെയ്യൂ. പ്രതിമകൾ, പാത്രങ്ങൾ, മെഡലുകൾ നിർമ്മിക്കാനാണ്. സോൾഡർ PBയും SN, ഇവിടെ SN വരുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. അതുപോലെ തന്നെ ജർമ്മൻ സിൽവർ വരുന്നുണ്ട്, അതിൽ Cu വരുന്നുണ്ട്, Ni വരുന്നുണ്ട്, Zn വരുന്നുണ്ട്. എന്താണ് ഈ സാധനങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ ചോദിക്കാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഞാൻ, അതുപോലെ തന്നെ ഡ്യൂറാലുമിനും അതിൻ്റെ ഘടകങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാനൊരു ഭാഗത്ത് നിന്ന് എടുത്ത് എഴുതിയപ്പോൾ അതും കൂടി ചേർത്തതാണ്. ഇത് എന്തായാലും ഒന്ന് ഓർത്ത് വെച്ചോളൂ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആരൊക്കെ വരുന്നുണ്ട്? Fe എന്ന് പറഞ്ഞാൽ അയണാണ് കേട്ടോ. ഇരുമ്പ് വരുന്നുണ്ട്, ക്രോമിയം വരുന്നുണ്ട്, നിക്കൽ വരുന്നുണ്ട്, കാർബൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യൂറാലുമിനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഡ്യൂറാലുമിനൊന്നും ചോദിച്ചിട്ടില്ല. വിമാന ഭാഗങ്ങൾ ഉണ്ടാക്കാനും പ്രഷർ കുക്കർ ഉണ്ടാക്കാനുമാണെന്നുള്ളത് സ്ഥിരം ചോദ്യമാണ്. ഇത് ഞാനൊരു പഴയ നോട്ടിൽ നിന്ന് എടുത്ത് ചെയ്തതാണ്. പുതിയ പാഠഭാഗത്തിൽ SCRT പാഠഭാഗത്തിലുണ്ടോ എന്ന് അടുത്ത ക്ലാസ് പറയാൻ ഞാൻ ആവശ്യമില്ലാത്തത് നിങ്ങളെ പഠിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ, ഡ്യൂറാലുമിൻ, വിമാന ഭാഗങ്ങൾ, പ്രഷർ കുക്കറൊക്കെ പുതിയ പാഠഭാഗങ്ങളിൽ വരുന്നുണ്ട്. നിക്രോം ഹീറ്റിംഗ് കോയിലുകൾക്ക് പഴയ പാഠത്തിലുണ്ട്, പുതിയ പാഠത്തിലുണ്ട്. അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ പഴയ പാഠത്തിലും പുതിയ പാഠത്തിലും PSC ചോദ്യങ്ങളിൽ പ്രധാനവുമാണ്. സോൾഡർ ചോദിക്കാറുണ്ട്. PBയും SNും എന്താണെന്ന് പറയൂ. ജർമ്മൻ സിൽവർ ചോദിച്ചിട്ടുണ്ട്, അപൂർവമായിട്ടാണ്, എങ്കിലും ഓർത്തിരിക്കണം. Cu, Ni, Zn എന്താണെന്ന് പറയൂ. ഇത് ജർമ്മൻ സിൽവർ പാത്രങ്ങൾ ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ സോൾഡർ വിളക്കി ചേർക്കാനാണ്. വെങ്കലം പ്രതിമകൾ ഉണ്ടാക്കാനാണ്. സ്ഥിരം ചോദ്യമാണ്. വെങ്കലത്തിൽ ഏതിൻ്റെയെല്ലാം സങ്കരമാണ് വെങ്കലം എന്നുള്ളത്. അതുപോലെ തന്നെ പിച്ചള ഏതിൻ്റെയെല്ലാം സങ്കരമാണെന്നുള്ളത് സ്ഥിരം ചോദ്യമാണ്. ആ ഭാഗം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തത് ആറ്റത്തിൻ്റെ ഘടനയാണ്. ഒരാറ്റത്തിലെ N ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ ഏതാണ്? ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെല്ലുകളും സബ് ഷെല്ലുകളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കാണണം. സിമ്പിളാണ്. ആ ക്ലാസ് ഒന്ന് കണ്ടാൽ ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ ഇവിടെ എളുപ്പമാണ്. ഒരാറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ 16 ആണ്. ആ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലെ എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്, ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമല്ല കേട്ടോ. ആ ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയാണ്. അപ്പോൾ ഷെല്ലുകളിലെ ഇലക്ട്രോൺ വിന്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് K ഷെല്ലിൽ 2 ആണ്, L ഷെല്ലിൽ 8 ആണ്, M ഷെല്ലിൽ 18 ആണ്. അപ്പോൾ K ഷെല്ല് നിറഞ്ഞതിന് ശേഷമാണ് സാധാരണയായിട്ട് L ഷെല്ല് നിറയുക, എന്നിട്ടാണ് M ഷെല്ല് നിറയുക. ഇവിടെ M ഷെല്ലിൽ 6 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ K ഷെല്ല് നിറഞ്ഞിരിക്കുന്നു ആദ്യം തന്നെ 2. കഴിഞ്ഞ ക്ലാസ് പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം. പിന്നെ 8 കൂടി നിറഞ്ഞു, അപ്പോൾ 2 8 10. ഇനി M ഷെല്ലുള്ള 6 കൂട്ടിയാൽ 16 എണ്ണം ആണ് ഇവിടുത്തെ. അത് സൾഫറാണ്. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. ഇലക്ട്രോൺ എവിടെയാണ് ഉണ്ടാവുക? ഓർബിറ്റിലാണ്, ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ഉണ്ടാവുക. ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള അവയുടെ സഞ്ചാരപഥത്തെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതിന് നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്.
എവിടെയാണ് അതിനെ കാണാറ്? ന്യൂക്ലിയസിന് പുറത്താണ്. അതിൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ്. പോസിറ്റീവ് ചാർജാണ്. അത് ന്യൂക്ലിയസിലാണ് കാണാറ്. ന്യൂട്രോണോ? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക്. ചാർജ് ഇല്ല. മനസ്സിലായോ? അതിനെന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ ജെ തോംസൺ. അത് നെഗറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിന് പുറത്താണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണുള്ളത്. അതിൽ പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡാണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ്. അറ്റോമിക നമ്പർ അത് സെഡ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അറ്റോമിക നമ്പറിനെ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും സ്വാഭാവികമായിട്ട്. അറ്റോമിക മാസ് എന്ന് പറയുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെയാണ് അറ്റോമിക മാസ് എന്ന് പറയുന്നത്. കമ്പാരേറ്റീവ്ലി ഇലക്ട്രോണുകൾക്ക് മാസ് കുറവാണ്. വളരെ വളരെ കുറവാണ്. നെഗ്ലിജിബിളാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാരം തൂക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ സുഹൃത്ത് രാമു നിങ്ങളുടെ ഭാരവും അതിൻ്റെ ഒപ്പം നിങ്ങളുടെ തലമുടിയിൽ ഒരു ഉറുമ്പുണ്ട് വിചാരിച്ചോളൂ. ഉറുമ്പിൻ്റെ ഭാരം, അല്ലെങ്കിൽ അപ്പുറത്തെ ത്രാസിൽ ഒരു ഉറുമ്പുണ്ട് വിചാരിച്ചോളൂ. ഉറുമ്പിൻ്റെ ഭാരം ആരെങ്കിലും കൂട്ടുമോ? നെഗ്ലിജിബിളാണ്. ഭാരമുണ്ട്, മാസ് ഉണ്ട്, പക്ഷെ നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം മാസിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഭാരമാണ് നോക്കുക. പക്ഷെ അതിൽ തന്നെ ന്യൂട്രോണിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. അപ്പോൾ അറ്റോമിക മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ അതായല്ലോ. ഇനി സംയോജക ഇലക്ട്രോണുകൾ എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പോയാൽ മതി. ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. സംയോജകത എന്ന് പറയുന്നത് നാം പിന്നീട് വിശദീകരിക്കേണ്ടത്. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നസിലേക്ക് ഇട്ടു തരുന്നു എന്ന് മാത്രം. രാസപ്രവർത്തനത്തിൽ ഇവ ഏർപ്പെടുന്നത്, ഈ രാസപ്രവർത്തനത്തിൽ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ തമ്മിൽ ഇടപെടുമ്പോൾ, കണികകൾ തമ്മിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തോ ആണ്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണുകൾ പങ്കുവച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തോ ഇലക്ട്രോണുകൾ പങ്കുവച്ചോ ആണ്. ഓക്കെ. വ്യത്യസ്ത ഊർജ നിലകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ആറ്റത്തിൽ. ന്യൂക്ലിയസിന് പുറത്താണ് ആറ്റം. വ്യത്യസ്ത ഊർജ നിലകളിൽ. ആ ഊർജ നിലകളെ സൂചിപ്പിക്കാനാണ് KLMN എന്ന് പറയുന്ന ഷെല്ലുകൾ, അതിനിടയിലെ SPDF എന്ന് പറയുന്ന സബ് ഷെല്ലുകളൊക്കെ വരുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുറത്തെ ഷെല്ലിൽ കാണപ്പെടുന്ന ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളെയാണ് സംയോജകത ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ആ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളെയാണ് പലപ്പോഴും അത് വിട്ടുകൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഈ സംയോജകത എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സോ സിമ്പിൾ ആണല്ലോ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് ആറ്റങ്ങൾ ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നു. ബാഹ്യമത ഷെല്ലിലെ KLMN, K ഏറ്റവും കുറഞ്ഞ ഊർജ്ജനില, L കുറച്ചും കൂടിയ ഊർജ്ജനില, M അതിനേക്കാൾ കൂടിയ ഊർജ്ജനില, N അതിനേക്കാൾ കൂടിയ ഊർജ്ജനില. ഈ KLMന് 1, 2, 3, 4 എന്നുള്ള നമ്പറും കൊടുക്കാം. അതിൽ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ആറ്റങ്ങളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് സംയോജക ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. സംയോജകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാൻ വലിയ എല്ലാവർക്കും ഒരു ഇക്വിലിബ്രിയം വേണം, ഒരു കംഫർട്ടബിൾ പൊസിഷൻ. ആ കംഫർട്ടബിൾ പൊസിഷൻ ആവാൻ എല്ലാവരും ആഗ്രഹിക്കും. ഇപ്പം വെള്ളമാണെങ്കിൽ മുകളിൽ കിടക്കുന്ന വെള്ളം ഒരു നിരപ്പിലേക്ക് എല്ലാം സമതുലിതമാവാൻ ആഗ്രഹിക്കും. അങ്ങനെ ആറ്റങ്ങളും സ്ഥിരത ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥിരത അവയ്ക്ക് കൈവരിക
ബാഹ്യമത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ പൂർത്തിയായാലാണ്. ഒരാറ്റത്തിൻ്റെ ബാഹ്യമത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവിടെ സ്ഥിരത കൈവരിക്കുന്നു എന്ന നിയമമാണ് അഷ്ടക നിയമം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഐസോട്ടോപ്പുകളെ കുറിച്ച് അതിന് മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. എന്താ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ? പ്രോട്ടോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരാറ്റത്തിന് തന്നെ വ്യത്യസ്ത നമ്പർ ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം തുല്യവും ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തവുമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് അതിൻ്റെ അറ്റോമിക നമ്പർ തുല്യമായിരിക്കും. പക്ഷേ മാസ് നമ്പർ അറ്റോമിക മാസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. ഇവിടെ ഒരാറ്റത്തിന് തന്നെ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യസ്തമുണ്ടാവാം. അപ്പോൾ അവിടെ അറ്റോമിക മാസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഐസോട്ടോപ്പുകളെ 2 തരത്തിൽ നമുക്ക് നിർവചിക്കാം. ഐസോട്ടോപ്പുകളിൽ പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ അറ്റോമിക നമ്പർ തുല്യമായിരിക്കും. എന്നാൽ ഐസോട്ടോപ്പുകളിൽ ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റോമിക മാസും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. പ്രോട്ടിയത്തിൽ ഒരു പ്രോട്ടോണാണ്. ഡ്യൂട്ടീരിയത്തിൽ എന്താണ്? ഒരു പ്രോട്ടോണാണ്. ട്രീഷ്യത്തിലും ഒരു പ്രോട്ടോണാണ്. പക്ഷേ പ്രോട്ടിയത്തിൽ ഒരു ന്യൂട്രോണുമില്ല. ഡ്യൂട്ടീരിയത്തിൽ എന്തുണ്ട്? ഒരു ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ അവിടെ 2ആയി. ന്യൂക്ലിയസിൽ 2 കണികകളായി, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ഇനി ട്രീഷ്യത്തിലോ 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. അതുകൊണ്ട് തന്നെ പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ട്രീഷ്യത്തിൻ്റെയും അറ്റോമിക നമ്പർ 1, പ്രോട്ടോണുകളുടെ എണ്ണം 1. എന്നാൽ അതിൻ്റെ അറ്റോമിക മാസ് പ്രോട്ടിയത്തിൻ്റെ 1, ഡ്യൂട്ടീരിയത്തിൻ്റെ 2, ട്രീഷ്യത്തിൻ്റെ 3. ആ ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ട്രീഷ്യം, ടെർഷറി എന്നൊക്കെ പറയുന്നത് 3 ആ വാക്കെന്നാണ് വരുന്നത്. ഐസോബാറുകളോ ഒരേ മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത അറ്റോമിക നമ്പർ ആയിരിക്കും. ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത ആറ്റങ്ങളാണവ. പ്രോട്ടോണുകളുടെ എണ്ണം വ്യത്യസ്തമായാൽ അതിനെ വേറെ ആറ്റം എന്ന് തന്നെയാണ് പറയുക. അവിടെ ഒരേ മാസ് നമ്പറാണ്, എന്നാൽ വ്യത്യസ്ത അറ്റോമിക നമ്പറാണ്. ആർഗൺ 40ഉം കാൽസ്യം 40ഉം അതിന് ഉദാഹരണമാണ്. ഐസോട്ടോണുകൾ എന്ന് പറഞ്ഞാൽ ഒരേ എണ്ണം ന്യൂട്രോണുകളായിരിക്കും. പക്ഷേ അവിടെ അതാണ് ഐസോട്ടോണുകൾ. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ എണ്ണം ഒരേ മാസ് നമ്പർ ആയിരിക്കും. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കും, പക്ഷേ വ്യത്യസ്ത അറ്റോമിക മാസ് ആയിരിക്കും. ഇനി വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യം. ആ ചോദ്യത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള മർദ്ദം 1.1 ATM ആണ്. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള മർദ്ദം എത്രയാണ്? 1.3 ATM ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഈ ചോദ്യം വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില വാതക നിയമങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നോക്കൂ, ആ ഭാഗം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു വരുന്നത്. കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 2, 3, 4 ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ ചോദ്യങ്ങൾ തന്നെ പല തരത്തിൽ പല പ്രകാരേണ ആവർത്തിച്ചു വരും. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള മർദ്ദം എത്രയാണ്? 1.3 ATM ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? താപത്തിൽ വ്യത്യാസം വരാതെ അതിൻ്റെ വ്യാപ്തം 10 ലിറ്ററിൽ നിന്ന് 2.6 ലിറ്റർ ആയി കുറഞ്ഞു. അപ്പോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 5 ATM എന്നാണ്. അവിടെ ബോയിൽ നിയമമുണ്ട്. എന്താണ് ബോയിൽ നിയമം? ബോയിൽ നിയമം മർദ്ദത്തെയും വ്യാപ്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതായത് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും.
അങ്ങനെ വിപരീതാനുപാതമാണെങ്കിൽ നിങ്ങൾ അവ തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും ഒരേ സംഖ്യയായിരിക്കും കിട്ടുക. അതായത് ഒരു സെറ്റ് മർദ്ദവും വ്യാപ്തവും മറ്റൊരു സെറ്റ് മർദ്ദവും വ്യാപ്തവും ഇവ തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും ഒരേ സംഖ്യ കിട്ടുമെങ്കിൽ അത് വിപരീതാനുപാതത്തിലാണ്. അതിൻ്റെ അർത്ഥം ആ പ്രഷറും വോള്യവും ഒരേ സെറ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ P1 V1 എന്നുള്ള വില, ആ P1 V1 എന്നുള്ള വില നമുക്കിവിടെ അറിയാം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള മർദ്ദം 1.3 ATM ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. ഇനി താപത്തിൽ വ്യത്യാസം വരുന്നില്ല, 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇവിടെ മർദ്ദം എത്രയാണ്? 1.3. P1 ഒന്ന് കിട്ടിയോ? ഒരു സെറ്റ് P1 കിട്ടിയോ? 1.3 ATM ആകുമ്പോൾ അവിടുത്തെ വ്യാപ്തം എത്രയാണ്? 10 ലിറ്റർ. അവിടുത്തെ V1 കിട്ടിയോ? അപ്പോൾ 1.3 × 10 എത്രയാണ്? 13. ഇനി 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വേറൊരു മർദ്ദവും വ്യാപ്തവും എടുത്താലും 13 തന്നെ കിട്ടണം. ഇനി ഇവിടെ വ്യാപ്തം എത്രയാണ് തന്നിട്ടുണ്ട്? 2.6 തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് മർദ്ദം എന്നാണ് ചോദ്യം. വൺസ് അഗെയിൻ ഞാൻ പറയാം, സിമ്പിളാണ് ഈ കണക്കെ. ഇത് ബോയിൽ നിയമമാണ്. എന്താണ് ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ, ബോയിൽ നിയമം പറയുന്നത് പ്രഷറും വോള്യവും മർദ്ദവും വോള്യവും വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണ് എന്നാണ് പറയുന്നത് ബോയിൽ നിയമം. ഓർത്തിരിക്കുക. എന്താണ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ? പ്രഷർ കൂടുമ്പോൾ വോള്യം കുറയും, അഥവാ പ്രഷർ കുറയുമ്പോൾ വോള്യം കൂടും. അങ്ങനെ വരുമ്പോൾ അതിന് എപ്പോഴും സമവാക്യം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണെങ്കിൽ രണ്ടും തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും ഒരു സ്ഥിരസംഖ്യ കിട്ടും. P1 V1 സമം P2 V2. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു സെറ്റ് P1 V1 കിട്ടുമോ എന്ന് നോക്കുക. ഇത്തരം കണക്കുകളിൽ എവിടെ വന്നാലും, മാത്സിൽ വന്നാലും. അപ്പോൾ ഇവിടെ P1 1.3 ATM ആകുമ്പോൾ വ്യാപ്തം 10 ലിറ്റർ ആണ് എന്നവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ നോക്കൂ, കണ്ടോ, 1.3 ATM മർദ്ദമാകുമ്പോൾ അവിടെ വ്യാപ്തം 10 ലിറ്റർ ആണ്. അപ്പോൾ ഒരു സെറ്റ് P1 V1 നമുക്ക് കിട്ടി. അത് 1.3 10 സോ നിങ്ങൾ 1.3 × 10 സമം. ഇനി അടുത്ത സെറ്റും ഇതിന് തുല്യമായിരിക്കണം. അടുത്ത സെറ്റ് എന്താണ് വരുന്നത്? അടുത്ത സെറ്റിൽ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയാൽ, ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2.3 ലിറ്റർ ആയി അതിൻ്റെ വ്യാപ്തം. 2.3 തന്നെയാണോ? നോട്ടെ, ചോദ്യത്തിലേക്ക് നോട്ടെ. 2.6 ലിറ്റർ ആയി ഇതിൻ്റെ വ്യാപ്തം. അങ്ങനെയാണെങ്കിൽ മർദ്ദം എത്ര? P2 ആണ് ചോദിച്ചിട്ടുള്ളത്. 1.3 10 കൊണ്ട് ഗുണിച്ചാൽ 13 ആണ്. 13 സമം P2 × 2.6. ഇനി നോക്കൂ, P2 × 2.6 ആകുമ്പോൾ P2 കിട്ടണം. അപ്പോൾ 2.6 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ P2 സമം നമുക്ക് എത്ര കിട്ടി? 13/2.6 എന്ന് കിട്ടി. അടിയിൽ ദശാംശ സ്ഥാനം ഇല്ലാതാവണം, അതിന് 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോഴേ നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 130/26 ആണ്. ഇനി നോക്കൂ, 130ലും 26ലും 13 പോവും. 10 13 130, 2 13 26, 10/2 5. അവിടെ മർദ്ദത്തിൻ്റെ വില എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അത്രയും സിമ്പിളാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കിട്ടി നമുക്ക്? 5 ലിറ്റർ എന്ന് വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. 5 ലിറ്റർ എന്ന് കിട്ടി. സോ ഇവിടെ 5 ATM മർദ്ദമാണ് ചോദിച്ചത്, 5 ATM. ഇപ്പോൾ ബോയിൽ നിയമം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ബോയിൽ നിയമം പോലെ മറ്റൊരു നിയമമാണ് ചാൾസ് നിയമം. ചാൾസ് നിയമം എന്ന് പറയുന്നത് വ്യാപ്തവും അതുപോലെ തന്നെ താപവും തമ്മിൽ ഒരേ അനുപാതത്തിലാണ്. അപ്പോൾ അവിടെ ഹരിക്കുകയാണ് വേണ്ടിട്ടോ. ചാൾസ് നിയമം പറയുന്നത് വ്യാപ്തവും താപവും തമ്മിലുള്ള അനുപാതത്തിലാണ്. അവിടെ മർദ്ദത്തിൽ വ്യത്യാസം വരുന്നില്ല. വ്യാപ്തവും താപവും തമ്മിലുള്ള അംശബന്ധമാണ്. അത് ഒരേ അനുപാതമാണ്. അതായത് വ്യാപ്തം കൂടുമ്പോൾ താപവും കൂടും, വ്യാപ്തം കുറയുമ്പോൾ താപവും കുറയും. അവിടെ ഹരിക്കുമ്പോഴാണ് നമുക്കൊരു സ്ഥിരസംഖ്യ കിട്ടുക. V1/T1 സമം V2/T2 ആയിരിക്കും. മറ്റൊരു നിയമമാണ്, അധികം ചോദിച്ചിട്ടില്ല, ഗേ-ലൂസാക്ക് നിയമം. പക്ഷേ ഇപ്രാവശ്യം പരാമർശിച്ച് പോയിട്ടുണ്ട് കെമിസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കണം. അവിടെ എന്താണ്? ഇൻ കെൽവിനിൽ തന്നെയാണ് പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ,
ഇനി അവിടെ ഹരിക്കുമ്പോഴാണ് P1/T1 ആണ് കിട്ടുക. അവോഗാഡ്രോ നിയമം ആരെ തമ്മിലാണ്? അവിടെ വോള്യവും മോളുകളുമാണ്. അതായത് വോള്യം കൂടുന്തോറും എന്ത് ചെയ്യും? തന്മാത്രകളുടെ അല്ലെങ്കിൽ കണികകളുടെ എണ്ണവും കൂടും. അതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 ലിറ്റർ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് 22.4 ലിറ്റർ ആയിരിക്കും 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. നേരത്തെ അവോഗാഡ്രോ നമ്മൾ കണ്ടതുപോലെ. ഇനി എല്ലാ വാതകങ്ങളുടെയും വ്യാപ്തം 0 താപനിലയെയാണ് എന്തെന്ന് പറയുന്നത്? കേവല 0 അഥവാ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അത് 273.15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 0K ആണ്. ഇനി ഓർക്കേണ്ടത് അടുത്തത് ആദർശ വാതക സമവാക്യമാണ്. അതോർത്തിരിക്കണം. അത് PV = nRT ആണ്. അവിടെ R എന്ന് പറഞ്ഞാൽ സാർവിക വാതക സ്ഥിരാങ്കമാണ്. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോള്യമാണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. അപ്പം PV = nRT. എന്താണ് അതിൻ്റെ സൂത്രവാക്യം? PV = nRT. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. അവിടെ താപനില, അതിൽ 1 atm മർദ്ദമാണ്. മോളാർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഏത് വാതകത്തിൻ്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമായിരിക്കും. അതിനെയാണ് മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഹെൻറി നിയമം വാതകങ്ങളുടെ ലേയത്വം മർദ്ദം കൂടുമ്പോൾ കൂടുന്നു. ഇനി പ്രഷർ കുക്കറിൻ്റെ പ്രവർത്തന തത്വം കൂടി ഓർക്കുക. അത് ഗേ-ലൂസാക്ക് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. പ്രഷർ കുക്കർ അതെന്താണ്? പ്രഷറും ടെമ്പറേച്ചറും ഒരേ അനുപാതത്തിലായിരിക്കും. ഓക്കെ, യെസ്. ഇനി ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അയിരിലെ അപദ്രവ്യങ്ങളിൽ നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഭാഗം ഗുണകരമാകുന്നുണ്ടോ? നമ്മുടെ പെയ്ഡായിട്ടുള്ള കുട്ടികളോടല്ല ഞാൻ ചോദിക്കുന്നത്, പെയ്ഡല്ലാത്ത കുട്ടികളോടാണ് ചോദിക്കുന്നത്. പെയ്ഡിന് ഇതും വരുന്നുണ്ട്, അവർക്ക് വേറെ അഡീഷണലും വരുന്നുണ്ട്. എനിക്ക് അവരിൽ നിന്ന് അറിവ് കിട്ടും. അവരും കമൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയുണ്ട് ഈ ക്ലാസ്സുകൾ? നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ? ശൈലിയിൽ മാറ്റം വരുത്തണോ? നമ്മുടെ ഈ പോക്ക് തന്നെ പോയാൽ മതിയോ എന്നൊക്കെ മുഴുവനും കണ്ടവരൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്കറിയാലോ, ഇതിന് ഞാൻ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് തരും. ചില ദിവസം ഇപ്പം ഇന്നൊക്കെ ഞാൻ നോട്ട് തരാൻ വൈകിയിട്ടുണ്ട്. കാരണം ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയായിരുന്നു. ഇതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ? ഇത് വിശദമായി എല്ലാ ടെക്സ്റ്റ് ബുക്കും നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, PSCക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ വഴുകുന്നത്. ഞാൻ വഴുകിയിട്ടാണെങ്കിൽ അതിൻ്റെ നോട്ട് ഇടും, എക്സാം ഇടും. ചിലപ്പോൾ നാളെ ആയിരിക്കും എക്സാം, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ എക്സാം നോക്കണം, അതിനോട് തരുന്ന നോട്ട് നോക്കണം, അതിൻ്റെ ഒപ്പമുള്ള AI ടീച്ചറെയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ് പറയുക. ഇനി ഇതിൻ്റെ പെയ്ഡ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ പെയ്ഡ് കോഴ്സ് കിട്ടാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 1 വർഷത്തേക്ക് 999 രൂപ മാത്രമാണ്. നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ട് എന്ത് ലെവൽ എക്സാമുകൾക്ക് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. CPO LPSA UPSA ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ CPO LPSA UPSA ചെയ്യുന്നില്ല. പക്ഷേ CPOയ്ക്ക് നമുക്ക് ആകെ കൂടാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ LPSA UPSAയ്ക്കും ആകെ കൂടാനുള്ളത് എന്താണ്? അവരുടെ നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാത്രമാണ്. ഒരു സമയത്ത് നമ്മളതിൽ ചേർക്കും. ഇപ്പോൾ നമ്മൾ ഉറപ്പില്ല. ഇപ്പം നമ്മൾ ഈ പുതിയ പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാ ലിങ്കുകളും, കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാനുള്ള ലിങ്ക്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, അതുപോലെ തന്നെ താഴെയായിട്ട് ആപ്പിൻ്റെ ലിങ്ക്, അവിടെയാണ് നിങ്ങൾക്ക് എക്സാമുകളൊക്കെ കിട്ടുക. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.